Hello friends, this is Shumysudeen from STalks. So welcome back to my channel. So guys, ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് അല്ലെങ്കിൽ ഒരു ഡ്രൈവർ പാക്കേജ് ഇതിനെ കുറിച്ചാണ്. വിൻഡോസ് യൂസേഴ്സിനുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ പൊതുവെ വൈറസ് ഒക്കെ കയറി കഴിഞ്ഞാൽ നമ്മുടെ PCs ഒക്കെ ഫോർമാറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു കമ്പ്യൂട്ടർ ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമ്മളെ PC ഒക്കെ ഫോർമാറ്റ് ചെയ്യും, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മളത് യൂസ് ചെയ്യും. ഈ ഒരു OS നമ്മൾ, അതായത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, PCയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലിപ്പോൾ വെബ് ക്യാമറ ആണെങ്കിലും സ്ക്രീൻ ആണെങ്കിലും അതിന് മദർ ബോർഡിൽ ഓരോ കമ്പോണൻസ് വർക്ക് ചെയ്യാനും അതിന് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഡ്രൈവർ സോഫ്റ്റ്വെയർ നമുക്ക് അനിവാര്യമാണ്. ഈ ഡ്രൈവർ സോഫ്റ്റ്വെയർ പൊതുവെ നമ്മൾ വിൻഡോസ്, അതായത് നമ്മുടെ ലാപ്ടോപ്പ് നമ്മൾ ഇന്റർനെറ്റായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആയിട്ട് മാറുകയാണ് ചെയ്യാറ്. ഇനി ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വൈഫൈ സ്ലോ ആണ്, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് സ്ലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൂള് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പെൻഡ്രൈവിലോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിലോ എവിടെ വേണമെങ്കിലും സേവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് പ്ലഗ് ചെയ്യുക, ഇതിന്റെ സെറ്റപ്പ് ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ എല്ലാ ഡ്രൈവേഴ്സും, അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വെബ് ക്യാമിന് ഒരു ഡ്രൈവ് ഉണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ മൗസ് പാഡിന്, അതായത് നിങ്ങൾ മറ്റേ ട്രാക്ക് പാഡ് എന്നൊക്കെ പറയും, അതിന് ഒരു ഡ്രൈവർ ഉണ്ട്. അത് നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ പെരിഫറൽസും, അതിനൊക്കെ അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസസും, അതിനൊക്കെ ഓരോരോ ഡ്രൈവേഴ്സ് ഉണ്ട്. ഈ ഡ്രൈവേഴ്സൊക്കെ ഓട്ടോമാറ്റിക്കലി ഇത് ഡിറ്റക്ട് ചെയ്യും, ഈ ഒരു സോഫ്റ്റ്വെയർ ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് അതിനാവശ്യമല്ല അപ്ഡേറ്റ്സ്, അല്ലെങ്കിൽ അതിനാവശ്യമല്ല ഡ്രൈവറിന്റെ സോഫ്റ്റ്വെയർ ഇതിൽ ഇൻബിൽഡ് ആണ്. നമ്മൾ ജസ്റ്റ് എല്ലാം സെലക്ട് ചെയ്തിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയും. ഈ ലിസ്റ്റിൽ ഇതിൽ നമ്മൾ എല്ലാതും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ഓൾ എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടതൊക്കെ പെട്ടെന്ന് ഇൻസ്റ്റാളേഷൻ നടക്കുന്നതാണ്. അതിനുശേഷം പിന്നെ വെറുതെ വിൻഡോസിന്റെ അപ്ഡേഷനെ വെറുതെ ഓൺ ചെയ്തിട്ട് നമ്മൾ വെറുതെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. സോ ഇത് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് പണ്ട് വിൻഡോസ് XP അല്ലെങ്കിൽ വിൻഡോസ് 8 ഒക്കെ ഇറങ്ങിയ സമയത്ത് തന്നെ അപ്ഡേഷൻസ് നമ്മുടെ ഡ്രൈവേഴ്സ് ഒക്കെ നമ്മൾ മാനുവലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഓക്കെ, വിൻഡോസ് 8ന്റെ ഒരു അവസാനം മുതൽ നമുക്ക് ഇത് വല്ലാതെ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. വിൻഡോസ് 10ലും തന്നെ പെട്ടെന്ന് ഇൻസ്റ്റാളേഷൻ നടക്കുന്നതാണ്. പക്ഷെ അതും നമ്മുടെ വൈഫൈ അല്ലെങ്കിൽ നെറ്റ്വർക്ക് സ്പീഡ്, നമ്മളെടുത്ത നെറ്റ്വർക്ക് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇത് കുറച്ച് സ്പീഡിൽ കാര്യങ്ങൾ നടക്കും. നിങ്ങൾക്ക് വേറെ അർജൻസി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് OS ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ ഇതങ്ങനെ ഇൻസേർട്ട് ചെയ്യുക, ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ കൊടുക്കുക. ഇത് നിങ്ങൾ പെൻഡ്രൈവിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ ഒരു SSD ഒരു ഹാർഡ് ഡിസ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ സൂക്ഷിക്കാം. SSD എന്നല്ല, ഏത് ഹാർഡ് ഡിസ്ക് ആണെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. സോ ഇതൊരു കൊച്ചു വീഡിയോ ആയിരുന്നു. ഞാൻ എൻ്റെ ഒരു ഐഡിയ നിങ്ങളുടെ അടുത്ത് ഞാൻ പങ്കുവെച്ചു, അത്രേ ഉള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഓക്കെ, ബൈ.